തവനൂർ തിരുനാവായ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് മന്ത്രി P.A. മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. തവനൂർ തിരുനാവായ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം തവനൂർ പാപ്പിനിക്കാവ് മൈതാനിയിൽ വെച്ചാണ് നടന്നത്. ദീർഘകാല വികസന സ്വപ്നങ്ങൾക്ക് നിറം പകരുന്നു. കേരള സർക്കാർ റോഡ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് മുഖേനയാണ് നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് മന്ത്രി P.A. മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. MLA ഡോക്ടർ K.T. ജലീൽ അധ്യക്ഷത വഹിച്ചു. തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ മുഖ്യാതിഥിയായി. RBDCK ജനറൽ മാനേജർ സിന്ധു TS സ്വാഗതം പറഞ്ഞു. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C. രാമകൃഷ്ണൻ, തവനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CP നസീറ, തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U. സൈനുദ്ദീൻ, തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ ആയപ്പള്ളി, TV ശിവദാസ്, K. ഷീജ, K. ലിഷ, സോളമൻ വിക്ടർ ദാസ്, ചുള്ളിൽ രവീന്ദ്രൻ, ഉദയൻ, K. അബ്ദുൽ ലത്തീഫ്, R. മുഹമ്മദ് ഷാ, പാട്ടത്തിൽ ഇബ്രാഹിം കുട്ടി, റഫീഖ് പെരിന്തല്ലൂർ, നാസർ കൊട്ടാരത്തിൽ എന്നിവർ പ്രസംഗിച്ചു. RBDCK ഡെപ്യൂട്ടി ജനറൽ മാനേജർ A.A. അബ്ദുൽ സലാം നന്ദിയും രേഖപ്പെടുത്തി. വളരെ പ്രശസ്തമായ ആരാധനാലയങ്ങളാണ്. ഇങ്ങനെ തിരുനാവായയുടെ പ്രാധാന്യത്തെ കണ്ടുകൊണ്ടാണ് സർക്കാർ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. സർവോദയമേളയുടെ ചരിത്രത്തെയും പ്രാധാന്യത്തെയും കുറിച്ചൊക്കെ തന്നെ ഡോക്ടർ K.T. ജലീലിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല. പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ ഞങ്ങൾ ഒരു പുതിയ സാങ്കേതിക വിദ്യ പരീക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. റോഡ് പാലം നിർമ്മാണങ്ങളിൽ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗം പരമാവധി കുറക്കുക എന്നതാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നയം. നൂതന സാങ്കേതിക സംവിധാനങ്ങൾ അവയെ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമമാണ് പൊതുവെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാലം നിർമ്മാണ മേഖലയിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ പദ്ധതിക്ക് സാധിക്കും. കൂടുതൽ കാലം വീട് നിൽക്കുന്ന, ചെലവ് ചുരുക്കാൻ കഴിയുന്ന, പാലം നിർമ്മാണത്തിന്റെ സമയം കുറക്കാൻ സാധിക്കുന്ന, അസംസ്കൃത വസ്തുക്കൾ വളരെ കുറച്ചു മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നിർമ്മാണ രീതി നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി നിർവഹിക്കാൻ പാലം മേഖലയിൽ പോകുന്ന പദ്ധതി ഈ പദ്ധതിയാണെന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അൾട്രാ ഹൈ പെർഫോമൻസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, ഒരു പാലത്തിന്റെ നീളമുണ്ട് ഇതിന്റെ പേരും. ഈ പുതിയ മെത്തേഡിലൂടെ തുടക്കം കുറിക്കുകയാണ്. പാറയും മണലും ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കളുടെ ഉപയോഗത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കുന്ന നിർമ്മാണ രീതിയാണ്. സാധാരണ കോൺക്രീറ്റിനേക്കാൾ വളരെയധികം ഉറപ്പും ഈടും നൽകുന്നവയാണ്. നിലവിൽ വാണിജ്യപരമായി ലഭ്യമാകുന്ന കോൺക്രീറ്റിനേക്കാൾ 1/3 ചെലവിൽ ഇത് ലഭിക്കുമെന്നാണ് പൊതുവെ ഇതിന്റെ പ്രത്യേകത. അണിഞ്ഞൊരുങ്ങൂ അഭിമാനപൂർവ്വം. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു. ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ മനസ്സിനിണങ്ങിയത് സ്വന്തമാക്കാം. ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ്, AB കോംപ്ലക്സ്, കൂറ്റനാട് റോഡ്, നിയർ പെട്രോൾ പമ്പ്, ശാരിശ്ശേരി.